ഇത് യഥാർത്ഥത്തില് ഇന്നലെയല്ല ഇത് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ABC-യുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഹമ്മദ് ജവാദ് സരീഫ് തന്നെ ഈ വിഷയകമായിട്ട് ABC-യുടെ കറസ്പോണ്ടന്റായ ജോർജ് സ്റ്റെനോപോലോസിനോട് ഇതേ വിഷയത്തിൽ ഹോളോകോസ്റ്റ് ഒരു ഹീനസ് ക്രൈമാണെന്നും ജനോസൈഡാണെന്നും കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതൊരു പുതിയൊരു അത്ഭുതപ്പെടുത്തുന്ന പ്രസ്താവനയല്ല. യഥാർത്ഥത്തിൽ ഇറാനിലെ ഭരണമാറ്റത്തിന് ശേഷം ഇറാന് പാശ്ചാത്യ ശക്തികളുമായി ഉണ്ടായിരുന്ന 4 കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം തന്നെയാണ്. ആ വിപ്ലവാനന്തര ഗവൺമെന്റിനെ പാശ്ചാത്യ ശക്തികൾ മറിച്ചിടാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് നടത്തിയ അടിച്ചേൽപ്പിച്ച യുദ്ധമായിരുന്നു സദ്ദാമിന്റെ ആക്രമണം. അതിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അന്ന് അവർ ഇറാനെ നെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് അവർ ഇറാനെ നക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. രണ്ടാമത്തെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ ഇറാനുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് അഥവാ ഇറാനിയൻ എൻറിച്ച്മെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മൂന്നാമത്തെ ഒരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ അവരുടെ ഇസ്രായേലിന്റെ അസ്തിത്വം, ഇസ്രായേലിന്റെ ചരിത്രം, ഇസ്രായേലിന്റെ ഉണ്മ, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ട് ഇസ്രായേലിനുണ്ടായിരുന്ന സമീപനങ്ങളാണ്. നാലാമത്തെ വിഷയം ഇസ്രായേലുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ട സംഘങ്ങളോട്, അതായത് ഹിസ്ബുള്ള, ലബനാനിലെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഫലസ്തീനിലെ ഹമാസ്, ഈ പോരാട്ട സംഘങ്ങളോടുള്ള ഇറാന്റെ സമീപനം. ഈ 4 വിഷയങ്ങളാണ് ഇറാനും പാശ്ചാത്യ ശക്തികളും യഥാർത്ഥത്തിൽ പാശ്ചാത്യ ശക്തികൾക്കും ഇറാനും ഇടയിലുള്ള അഭിപ്രായാന്തരങ്ങൾ. ഇതിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്ത കാലത്ത് ഇറാൻ ചരിത്രത്തിന്റെ തടവറയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നയതന്ത്രത്തിൽ ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ എപ്പോഴും ഉണ്ടാകുന്ന നയവും തന്ത്രവും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിന് ഉപരോധത്തിൽ നിന്ന് അല്പം റിലാക്സേഷൻ കിട്ടുക, അതേപോലെ തന്നെ ഇസ്രായേലിനും അമേരിക്കക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുക എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇറാന്റെ ഒരു ചുവടുമാറ്റം എന്നതിനപ്പുറത്ത് ഇറാൻ ഈ വിഷയത്തിൽ ഹോളോകോസ്റ്റിന്റെ വിഷയത്തിൽ ഇറാൻ കുറച്ച് അതിരുകവിഞ്ഞ് നേരത്തെ സംസാരിച്ചിരുന്നു. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഗതി ജൂതന്മാരെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി പോലും ഉണ്ടായിട്ടില്ല, അത് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അപ്പുറത്ത് നേരെ ഇപ്പുറത്ത് എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയല്ല. യഥാർത്ഥത്തിൽ ഹോളോകോസ്റ്റിലെ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നിറ്റ്യൂഡ് ചരിത്രപരമായ വസ്തുതയല്ല. അതേസമയത്തിൽ ജൂതന്മാരെ പീഡിപ്പിക്കുക എന്നത് ഹിറ്റ്ലർ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പോളിസി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ 1918 സ്പീച്ച്, അതുപോലെ തന്നെ 1920 നാസിയായ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് പാർട്ടിയുടെ നാസി പാർട്ടിയുടെ പ്രഖ്യാപനങ്ങൾ, ഇതിൽ നിന്നൊക്കെ വളരെ ക്ലിയറാണ്. ജൂതന്മാരുടെ വിഷയത്തിൽ ഹിറ്റ്ലറിനും നാസികൾക്കും കൃത്യമായ സമീപനം ഉണ്ടായിരുന്നു. അത് ജൂതന്മാരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യുക എന്നതായിരുന്നില്ല, മറിച്ച് ജൂതന്മാരെ അവിടുന്ന് പുറന്തള്ളുക, ജർമ്മനിയിൽ നിന്ന് പുറന്തള്ളുക എന്നതായിരുന്നു. ആ പുറന്തള്ളുന്നതിന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ജൂതന്മാരെ മാനസികമായും നിയമപരമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്ന ലിമിറ്റഡായ തരത്തിലുള്ള പീഡിപ്പിക്കുക എന്ന കർമ്മത്തിലും നാസി ഗവൺമെന്റ് ഉൾപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. അപ്പൊ ഇറാൻ ആ വിഷയത്തിൽ ഒരു നയതന്ത്രപരമായ നീക്കം, ചരിത്രത്തിന്റെ തടവറയിൽ നിന്ന് രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് പകരം, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ അപകടപ്പെടുത്തുന്നതിന് പകരം നയതന്ത്രപരമായ സമീപനം സ്വീകരിച്ചു എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്. അബ്ദുൾ റസാഖ്, വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇറാൻ നേതാക്കളുടെ പ്രസ്താവനകളെ ആഗോള മാധ്യമങ്ങൾ കാര്യമായി തന്നെ വളച്ചൊടിക്കാറുണ്ട്. മുൻപ് ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന്, ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നുള്ള അഹമ്മദി നജാദിന്റെ പ്രസ്താവന, ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് പിന്നീട് ഇറാൻ വിദേശകാര്യ വിദഗ്ധനും ഇറാനിലെ മാധ്യമ വിദഗ്ധനും പിന്നീട് വ്യക്തമാക്കിയിരുന്നു. അവർ അത് വിശദീകരിച്ചിരുന്നു. നജാദ് ഉപയോഗിച്ച വാക്കുകൾ അവർ വിശദമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഹോളോകോസ്റ്റ് ഒരു മിത്താണ്, ഹോളോകോസ്റ്റ് ഒരു മിഥ്യയാണ് എന്ന വാദം ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെട്ട ഒരു പ്രസ്താവനയാവാൻ സാധ്യതയില്ലേ? യഥാർത്ഥത്തിൽ അഹമ്മദ് നജാദിന്റെ പ്രസ്താവനകളിൽ ഹോളോകോസ്റ്റിനെ അതിന്റെ തൃണമൂലത്തിൽ തന്നെ നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഹോളോകോസ്റ്റ് എന്ന വാക്ക് ജൂതന്മാരുടെ നേരെ ഉണ്ടായിരുന്ന ഹിറ്റ്ലറിന്റെ സമീപനത്തെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വാക്കല്ല. ആ വാക്കിൽ ആ അഹമ്മദ് നജാദ് പറഞ്ഞ സംഗതി അത്രത്തോളം ശരിയുമാണ്. യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ നേരെ നിയമപരവും മനഃശാസ്ത്രപരവും ഫിസിക്കലായുമുള്ള ചില ടോർച്ചറിങ് ഈ ഹിറ്റ്ലർ നടപ്പാക്കിയിരുന്നു എന്ന വസ്തുതയാണ്. പക്ഷെ അതിന് ഹോളോകോസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റായത് കൊണ്ട് കൂടിയായിരിക്കാം ഹോളോകോസ്റ്റ് എന്നത് അഹമ്മദ് നജാദ് കൃത്യമായി നിഷേധിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം നജാദ് അന്ന് ചരിത്രത്തെ നിഷേധിക്കുകയായിരുന്നു എന്നാണ്. ഹോളോകോസ്റ്റ് അഥവാ ജൂതവംശഹത്യ ജർമ്മനിയിൽ നടന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അതിൻ്റെ ഇരകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
ഇവിടെ നമ്മൾ പൂർവാപര ബന്ധത്തോടുകൂടി വിഷയത്തെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ജൂതന്മാരുടെ ആ കാലത്തെ ജർമ്മനിയിലെയും യൂറോപ്പിലെയും ജനസംഖ്യ, യഥാർത്ഥത്തിൽ ജർമ്മനി എപ്പോഴാണ് ജൂതന്മാരെ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത് 1933 1934 ജർമ്മൻ ഭാഷ അനുസരിച്ച് പ്ലൂറൽ അഥവാ ഹിറ്റ്ലർ ഏകാധിപതിയാകുന്നത്. 1934 മുതൽ 1945 വരെയുള്ള കാലത്താണ് എല്ലാ പ്രോ ജൂയിഷ് ചരിത്രകാരന്മാരും അതുപോലത്തെ വെസ്റ്റേൺ ചരിത്രകാരന്മാരും ഹിറ്റ്ലർ എപ്പോഴാണ് ഈ ജർമ്മൻ എക്സ്റ്റർമിനേഷൻ അഥവാ വംശശുദ്ധീകരണം എത്നിക് ക്ലീൻസിങ് നടത്തിയത് എപ്പോൾ മുതലാണ് നടത്തിയത് എന്നതിൽ ഒരു ഏകാഭിപ്രായക്കാരുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ ചരിത്രപരമായി പൂർവാപര ബന്ധത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ പറയുമ്പോൾ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ എവിടെയും, പാശ്ചാത്യമാവട്ടെ പൗരസ്ത്യമാകട്ടെ, ചരിത്ര പുസ്തകങ്ങളിൽ എവിടെയും ജൂതവംശീകരണം എന്നൊരു സംഗതിക്ക് വംശശുദ്ധീകരണം എന്ന്, അല്ലെങ്കിൽ ജൂതന്മാരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യുക എന്ന, അല്ലെങ്കിൽ ജൂതന്മാരെ വംശീയമായി ശുദ്ധീകരിക്കുക എന്നൊരു കാരണം ചരിത്രത്തിന്റെ ഒരു പുസ്തകത്തിലും രണ്ടാം ലോക മഹായുദ്ധം വിശദീകരിച്ച ചരിത്ര പുസ്തകത്തിന് കാരണമായി പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ബോസ്നിയയിൽ നേറ്റോ ഇടപെടുമ്പോൾ കാരണം വരുന്നത് എന്താണ്? സെബ്രനിക്കയിൽ വെച്ച് സെർബിയൻ ഭരണാധികാരികൾ സെർബിയ ബോസ്നിയയിലെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തത്. അതായിരുന്നു കാരണം. നമുക്കിപ്പോ സിറിയയിൽ ഇടപെടുന്നതിന് കാരണമായി പറയുന്നതിൽ ഒന്ന് അവിടെ നടക്കുന്ന കൂട്ടക്കൊല. ഇതേപോലെ ജർമ്മനിയിൽ ജൂതന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ആ കാലത്തെ വാർത്താ മാധ്യമങ്ങളിലോ, ആ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമല്ലാതെ ആ കാലത്തെ വാർത്താ മാധ്യമങ്ങളിലോ യുദ്ധത്തിന്റെ കാരണങ്ങളിലോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒന്നത്. രണ്ട്, ജർമ്മനി 1939 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. ആ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ടാണ്. തീർച്ചയായും ജർമ്മനിയിൽ വിദേശികൾക്കെതിരെ ഇപ്പോൾ യൂറോപ്പിൽ ഇസ്ലാമോഫോബിയയുടെ പേരിൽ നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി തീക്ഷ്ണവും രൂക്ഷവുമായ രൂപത്തിൽ ജൂതന്മാർക്കും വിദേശികൾക്കുമെതിരെയുള്ള നാസികളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊരു ഹോളോകോസ്റ്റ് ആയിരുന്നു, അതൊരു എക്സ്റ്റർമിനേഷൻ ആയിരുന്നു എന്നത് ചരിത്രത്തിന്റെ പിൻബലത്തോടു കൂടി പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, ജർമ്മനി ഒരു ആഗോള യുദ്ധത്തിലാണ് ഉണ്ടായിരുന്നത്. 1940-കളിലാണ് ഈ എക്സ്റ്റർമിനേഷന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ പോയത്. 1939 എക്സ്റ്റർമിനേഷന് വേണ്ടിയുള്ള ഓർഡർ പോയത് എന്നതാണ് എല്ലാ പ്രോ ജൂയിഷ് ചരിത്രകാരന്മാരും പറഞ്ഞത്. പരമാവധി പോയത്. എങ്കിൽ 1939 ഒരാഗോള യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യം തങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നം ഇത്ര വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നത്തിൽ തിരികൊളുത്തുമെന്ന് ചരിത്രത്തെ സംബന്ധിച്ച് സാമാന്യ ബോധമുള്ള ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. മൂന്നാമതായിട്ട് ഈ സംഭവത്തിന് ശേഷം 1947 മുതൽ 1949 വരെയാണ് ന്യൂറംബർഗ് ട്രയൽ നടന്നത്. ആ ന്യൂറംബർഗ് ട്രയലിനോടനുബന്ധിച്ച് അവർ ശേഖരിച്ച ടണ്ണ് വരുന്ന രേഖകൾ, ആ രേഖകളിൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു എക്സ്റ്റർമിനേഷന് വേണ്ടിയിട്ടുള്ള ഓർഡർ, ഹിറ്റ്ലറിന്റെ റിട്ടൺ ഓർഡർ ഹിറ്റ്ലറിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജർമ്മൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പോയതായിട്ട് അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതോടൊപ്പം നമ്മൾ ചരിത്രത്തിന്റെ ഒരു പൂർവാപര ബന്ധത്തോടു കൂടി നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1918 മുതൽ 1917, അതായത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഘട്ടം മുതൽ 1933 വരെയുള്ള ചരിത്രത്തെ ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ നാസി പാർട്ടികൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നത്. അതിന് ഞാൻ കുറച്ച് ചരിത്രം പറയാം. റൈറ്റ്, അബ്ദുൾ റസാഖ് പിന്നാണി ദയവായി ക്ഷമിക്കുക, തുടരുക. വി എം സതീഷുണ്ട്, മാധ്യമപ്രവർത്തകൻ, ടെലിഫോൺ ലൈനിൽ. വി എം സതീഷ്, ഇവിടെ ഹോളോകോസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതൊരു മിഥ്യയായിരുന്നു എന്ന നജാദിന്റെ പ്രസ്താവനയെ തിരുത്തുകയാണോ ഷെരീഫ് ചെയ്തത്? അതോ ഒരു പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഒരു പുതിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണോ ചെയ്തത്? കാരണം ഈ പ്രസ്താവനയ്ക്ക് ശേഷം, ഈ അഭിമുഖത്തിന് ശേഷം ഇറാൻ പാർലമെന്റിൽ ഷെരീഫിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ച ഇറാന്റെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വിട്ട് താനൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന ഒരു വിശദീകരണം നൽകുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ നയതന്ത്രമല്ലേ? ഞാനിതിനെ കാണുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ഇപ്പോൾ നടക്കുന്ന ഒരു UN ഈ ഇറാനും വെസ്റ്റേൺ രാജ്യങ്ങളും തമ്മിലുള്ള ഈ പറഞ്ഞ ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാക്കാനായിട്ട് ഈ പുതിയ പ്രസിഡന്റിന്റെ ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഇസ്രയേലിന്റെ ഈ ഒരു ജൂയിഷ് ന്യൂ ഇയർ ഡേയിലെ ഇറാനിയൻ പ്രസിഡന്റ് ട്വിറ്ററിൽ കൂടെ ഈ പറഞ്ഞ ജൂസിനെ എല്ലാം ന്യൂ ഇയർ എല്ലാവർക്കും ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ടൊരു ട്വിറ്റർ മെസ്സേജ് അന്ന് ഈ പറഞ്ഞ അടുത്ത ഈ കഴിഞ്ഞ ന്യൂ ഇയർ ഒരു ജൂയിഷ് ന്യൂ ഇയർ ഡേയില്
ഇറാനിലെ ജൂതന്മാരെയും മറ്റുള്ള ലോകത്തെ ജൂതന്മാരെയെല്ലാം വിഷ് ചെയ്തുകൊണ്ടൊരു മെസ്സേജ് ഈ പറഞ്ഞ ഇറാനിയൻ പ്രസിഡന്റ് നടത്തുകയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ ചർച്ച പിന്നെ അന്നേരം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ മിനിസ്റ്ററും ഈ പറഞ്ഞ ട്വിറ്ററിൽ കൂടെ ഇങ്ങനെ അഹമ്മദ് നിജാദ് എന്ന് പറയുന്ന ഭരണാധികാരി 8 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതിനെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ചെയ്തത് ഇപ്പൊ ഇന്ന് അത് ടോട്ടലി നെഗറ്റീവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 6 മാസമായിട്ട് ഇവര് തമ്മിൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഡീല് സൈൻ ചെയ്യാതെ സാങ്ഷൻസ് എടുത്ത് കളയുക, ഇറാനെ വർഷങ്ങളായിട്ട് എക്കണോമിക് സാങ്ഷൻസിന് കീഴിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ ഭരണകൂടം വന്നതിന് ശേഷം ആ സാങ്ഷൻസ് എടുത്ത് കളയുക എന്നുള്ളൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പറഞ്ഞ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം ഊഷ്മളമാക്കുക, അതിന് പ്രധാന വിലങ്ങുതടിയായിട്ട് നിന്നത് ഒന്ന് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമ്, അത് ഓൾറെഡി സോഫൻ ചെയ്തിട്ടുണ്ട്. അത് 20% യുറേനിയം എൻറിച്ച്മെന്റ് കുറയ്ക്കാം എന്നൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറയ്ക്കുന്നതനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ അമേരിക്കൻ ബാങ്കുകളിലെ ഇന്റർനാഷണൽ ബാങ്കുകളിലെ ഇറാന്റെ ഫ്രോസൺ ചെയ്തിട്ടുള്ള ഓയിൽ റവന്യൂ ഉണ്ട്. ഒരു 5 ബില്യൺ 4.2 ബില്യൺ ഡോളർ ഇവരുടെ ബാങ്കുകളിൽ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബാങ്കിൽ കിടക്കുന്ന പൈസ റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ നയങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തിന്റെ അനുസരിച്ചിട്ടാണ്. നമുക്കറിയാം ഇപ്പൊ പറഞ്ഞ ഹോളോകോസ്റ്റിനെ കുറിച്ച് നടന്ന സ്റ്റേറ്റ്മെന്റ് ചരിത്രം നോക്കിയാൽ നമുക്കറിയാം ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷന്റെ ബേസിസിലാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്നത്. പിന്നെ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് ഉണ്ടാക്കിയത് തന്നെ ഒരു സയനിസ്റ്റ് ലീഡർഷിപ്പാണ്. അതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു ലീഡർഷിപ്പാണ്. അതില് നമുക്ക് അറിയാം ഈ പറഞ്ഞ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഭവം യൂറോപ്പിൽ നടന്നിട്ടുണ്ടെങ്കിൽ അഹമ്മദ് നിജാദ് പറഞ്ഞത് ഇത് യൂറോപ്പിലും ജർമ്മനിയിലും ഹോളണ്ടിലും അവിടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ അവർക്കൊരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവരെ എല്ലാം കൊണ്ടുപോയിട്ട് വേറെ ലോകത്തിന്റെ വേറെ ഒരു എക്സ്ട്രീം എൻഡ് കൊണ്ടുവന്നിട്ട് പാർപ്പിച്ചിട്ട് അവിടെ ചുറ്റുമുള്ള അവിടെ താമസിച്ചിരുന്ന ആളുകളെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് അല്ലെ അവരുടെ ഭൂമിയും അവരുടെ സ്വത്തുക്കളും കയ്യേറം ചെയ്ത് അഗ്രഷനിലൂടെ ആണ് ഇസ്രയേൽ ഇത്രയും വർഷങ്ങൾ നമുക്കറിയാം സ്വന്തം ബോർഡർ ഡിക്ലെയർ ചെയ്ത ഒരേ ഒരു സ്റ്റേറ്റ് ആണ് ഇസ്രയേൽ. ഇപ്പം ഈ പറഞ്ഞ സിറിയയിൽ നടക്കുന്ന സംഭവങ്ങള് നമുക്കറിയാം ഈ ഇസ്രയേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇസ്രയേൽ മാത്രമാണ് സേഫായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. കാരണം ഇസ്രയേലിന് ചുറ്റും ഒരു സേഫ്റ്റി ഒരു ബെൽറ്റ്, കാരണം അഹമ്മദ് നിജാദിനെ പോലുള്ള വളരെ അഗ്രസീവായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പാലസ്തീനിയൻ ജനതയ്ക്ക് ഒരു അവർക്കൊരു ജസ്റ്റിസ് കൊടുക്കാതെ അവർക്ക് റൈറ്റ് അവരുടെ എക്സിസ്റ്റൻസിന് ഒരു റൈറ്റ് കൊടുക്കാതെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കാൻ പാടില്ല എന്ന് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അതിനൊരു മൊറാലിറ്റിയുടെ സൈഡ് ഉണ്ട്. നമുക്കറിയാം ഇപ്പൊ പറയുമ്പോ പോലും പാലസ്തീനിയർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ വർഷങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഈ പറഞ്ഞ റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഈ ഇറാന്റെ ഇപ്പോഴത്തെ ഈ ഡിനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ 16-ാം തീയതി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഈ യൂറോപ്യൻ യൂണിയനും ഒക്കെ ആയിട്ട് ഈ സാങ്ഷൻസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു മെയിൻ സാങ്ഷൻസ് ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ അടുത്ത മാസം മാർച്ച് മാസത്തില് സതീഷ്, ഇറാന്റെ പ്രസ്താവന യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു നയതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിലേക്കുള്ള ജൂത കുടിയേറ്റം യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ആ ധാരാളമായി ജൂത ജനസംഖ്യയുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അവിടങ്ങളിലെല്ലാം ഹോളോകോസ്റ്റിനെ നിഷേധിക്കുന്നത് ക്രിമിനൽ കുറ്റമായി നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളും. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ അത്ര ഊഷ്മളമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി പുലർത്തുന്നില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. ജർമ്മനി ആവട്ടെ, റഷ്യ ആവട്ടെ, ഇത്തരത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധത്തേക്കാൾ ഒരുപക്ഷെ ഇസ്രായേലിലെ ശത്രുക്കൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം പുലർത്തുന്നുണ്ട്. ഈ അർത്ഥത്തിൽ യൂറോപ്പിൻ്റേത് ഇസ്രായേലിന്റെ വിഷയത്തിൽ ഒരു ഇരട്ട നിലപാടായി തോന്നാറില്ലേ? ഞാൻ കാണുന്നത് അത് ഇസ്രായേലും US-ഉം ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മൊത്തം ഒരു അലയൻസിന്റെ ഭാഗമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ ഒരു മോളായിട്ടാണ് മിഡിൽ ഈസ്റ്റിലെ അവരൊരു ഇതായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ. അപ്പം ഈ പറഞ്ഞ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇസ്രായേലി ജൂയിഷ് ലോബി ഉള്ളത് അമേരിക്കയിലാണ്. നമുക്കറിയാം ഇപ്പം
അപ്പൊ ഇറാനെതിരെയുള്ള സാങ്ഷൻസ് എടുത്ത് കളയാനായിട്ട് ഒബാമ ശ്രമിക്കുമ്പോൾ അതിനെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ ജൂയിഷ് ലോബിയാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ